السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين ما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യവും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖലഖൽ ഖൽഖ, അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിക്കേണ്ട മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിപ്പ് പൂർത്തിയാക്കി. ഹത്താ ഇദാ ഫറഗ മിൻഹും, അങ്ങനെ ഈ ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ, കടൽ, പുഴ, മനുഷ്യർ, ജീവജാലങ്ങൾ, ഇതൊക്കെയാണ് സൃഷ്ടികൾ എന്ന് പറയുന്നത്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, ബാക്കിയുള്ളതെല്ലാം സൃഷ്ടികളാണ്. അങ്ങനെ ഈ സൃഷ്ടികളുടെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ ഖാമത്തിർ റഹിം, കുടുംബബന്ധം ആ സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. കുടുംബബന്ധത്തിന് ആ സമയത്ത് കാര്യമായ ഒരു ആവശ്യം അള്ളാഹുവിനോട് ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ടാണ് കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നത്. ഫഖാലത്ത്, എന്നിട്ട് കുടുംബബന്ധം പറഞ്ഞു, ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതിഅ, എല്ലാ സൃഷ്ടിപ്പും പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കുടുംബബന്ധം അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇത് കുടുംബബന്ധം മുറിക്കുക എന്ന കുറ്റത്തിൽ നിന്ന് നിന്നിൽ രക്ഷ തേടുന്ന സമയമാണ്, സന്ദർഭമാണ്, അതിന് പറ്റിയ ഒരവസരമാണ്. സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞു, ഇനി ഓരോരുത്തർക്കും അതിൻ്റെതായ തക്ലീഫത്തും ബാധ്യതയും മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ തുടക്കത്തിൽ തന്നെ കുടുംബബന്ധം അതിനാവശ്യമായ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പടച്ചവനോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. എന്താണ്? ഇപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നതിൽ നിന്ന് നിന്നോട് ശരണം തേടുന്ന സന്ദർഭമാണ്. കാല നഅം, അതെ, കുടുംബബന്ധം മുറിക്കുന്നതിൽ നിന്ന് എന്നിൽ ശരണം തേടിയ ആ കാര്യം അനുവദിക്കുന്നു. അമാ തർലൈന അൻ അസിലമൻ വസലക്കി വ അഖ്തഅമൻ അതാഅത്തി, നിനക്ക് തൃപ്തിയാകുമോ, നിനക്ക് സന്തോഷമാകുമോ നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം സ്ഥാപിക്കും. അപ്പോൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ കുടുംബബന്ധം ചേർക്കുന്ന, പ്രത്യേകിച്ച് മനുഷ്യരുടെ വിഷയത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുന്ന ആളുകളോട് ഞാൻ ബന്ധം ചേർക്കും. അഖ്തഅ, ഞാൻ ബന്ധം മുറിക്കും. മൻ ഖതഅകി, നിന്റെ ബന്ധം മുറിച്ചു കളഞ്ഞവനോട്. അപ്പോൾ കുടുംബബന്ധം പരിഗണിക്കാതെ, കുടുംബബന്ധത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ കുടുംബബന്ധങ്ങളെ പറ്റ അവഗണിച്ച് കളയുന്നവനോട് അള്ളാഹു അവനും അവഗണന കൊടുക്കും. അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളെ അള്ളാഹ് മുറിക്കും. അപ്പോൾ പടച്ചവനുമായിട്ട് ഒരാളുടെ ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കൽ. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നവനോട് അള്ളാഹു ബന്ധം ഉണ്ടാവും, കുടുംബബന്ധം മുറിക്കുന്നവനോട് അള്ളാഹു അവൻ്റെ ബന്ധം മുറിക്കും. അത് നിനക്ക് പോരെ? അപ്പോൾ കുടുംബബന്ധത്തിന് അതിൻ്റെ ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹ് മറുപടി കൊടുക്കുകയാണ്. നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കും, നിന്നെ മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കും. അത് മതിയോ?
കാലത്ത് ബല, എമ്പാടും മതി, അത് മതി. കാലഫദാലിക്ക ലക്കി, ആ വാഗ്ദാനം നിനക്കിതാ നൽകുന്നു, ആ ഉറപ്പ് നിനക്കിതാ നൽകുന്നു. എന്താ ഉറപ്പ്? നീയുമായി, അതായത് കുടുംബബന്ധത്തെ ചേർത്ത ഏതൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടോ അവരോടൊക്കെ എനിക്ക് ബന്ധമുണ്ടാവും. കുടുംബബന്ധത്തെ മുറിച്ചു കളയുന്ന നന്ദി കെട്ടവനോട് എനിക്ക് ബന്ധമുണ്ടാവില്ല. അത് പോരെന്ന് ചോദിച്ചപ്പോൾ ഫദാലിക്കലേക്ക്, അത് നിനക്ക് അംഗീകരിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം സൂറത്ത് മുഹമ്മദിലെ 2 ആയത്തുകൾ പ്രവാചകൻ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു. എന്താണ് 2 ആയത്ത്? 22, 23 വചനങ്ങളാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് മുഹമ്മദിലെ ഈ 2 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. എന്താണ് ആയത്ത്? ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമക്കും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു വഅസമ്മഹും വഅമ അബ്സാറഹും. നിങ്ങളായിത്തീരുമോ, നിങ്ങൾ ഉത്തരവാദപ്പെട്ട പദവിയിലെത്തിയാൽ, സ്ഥാനത്തെത്തിയാൽ, തവല്ലൈത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ള മസൂലിയത്തുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നിയന്ത്രണ അധികാരത്തിൽ നിങ്ങൾ എത്തിയാൽ, ആ അധികാരം ഉപയോഗിച്ച് അൻ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ, നാശമുണ്ടാക്കുമോ, വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബബന്ധത്തെ നിങ്ങൾ വിച്ഛേദിക്കുമോ, കുടുംബബന്ധത്തെ തള്ളി പറയുമോ, ഈ 2 കാര്യങ്ങൾ ചെയ്യോ? എന്നാൽ ആ 2 കാര്യങ്ങൾ ചെയ്യുന്നത്, ഭൂമിയിൽ ഉത്തരവാദപ്പെട്ട പദവികളിൽ എത്തിയ ആളുകൾ ആ പദവി ഉപയോഗിച്ച് അത് ഭൂമിയിൽ കുഴപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുകയും കുടുംബബന്ധങ്ങളെ മുറിച്ചു കളയുകയും ചെയ്യുന്നവരാണെങ്കിൽ ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു കളഞ്ഞ ആളുകൾ. ഫഅസമ്മഹും, അങ്ങനെ അവരുടെ ചെവിയുടെ കേൾവി അല്ലാഹ് എടുത്തു കളഞ്ഞിരിക്കുന്നു. വഅമ അബ്സാറുഹും, അവരുടെ കണ്ണുകളുടെ കാഴ്ചശക്തിയും അല്ലാഹു ഇല്ലാതെയാക്കിയിരിക്കുന്നു. പിന്നെ അവർക്ക് ഒരു ഉപദേശം കേൾക്കാനോ ഒരു സത്യം കണ്ടു മനസ്സിലാക്കാനോ ഉള്ള അവരുടെ ആ സെൻസ് തന്നെ നഷ്ടപ്പെടും. പിന്നെ അങ്ങനെ മൃഗം ജീവിക്കണമാതിരി അങ്ങനെ ജീവിക്കാന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള നന്മകളും പിന്നെ അവരുടെ മനസ്സിലേക്ക് പോകുന്നില്ല. അപ്പോൾ അസമ്മഹും വഅമ അബ്സാറുഹും എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അതായത് മനുഷ്യന് സന്ദേശം ലഭിക്കുന്ന, മെസ്സേജുകൾ കിട്ടുന്ന 2 വഴികളാണ്, ഒന്ന് ചെവിയും ഒന്ന് കണ്ണും. കണ്ണുകൊണ്ട് അതിനെ നോക്കി കാണുമ്പോൾ അതിൻ്റെ പ്രതിബിംബം റെറ്റിനയിൽ പതിച്ച് അത് തലച്ചോറിലേക്ക് അതിൻ്റെ മെസ്സേജ് പോകും. കുട്ടികളെ തിരിച്ചറിയുന്നത്, മാതാപിതാക്കളെ തിരിച്ചറിയുന്നത്, മനുഷ്യന്മാർ പരസ്പരം അറിയാവുന്നത്, കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴൊക്കെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്ന മെസ്സേജ്. അതേപ്രകാരം തന്നെ ചെവി, ആ ചെവിയിലൂടെയാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. ക്ലാസ്സുകളാണെങ്കിലും ഖുതുബകളാണെങ്കിലും ഉപദേശങ്ങളാണെങ്കിലും ഒക്കെ കേൾക്കുന്നത് ചെവി ഉപയോഗിച്ചാണ്. അപ്പോൾ ചെവിയും കണ്ണും അല്ലാഹ് അതിൻ്റെ ആ കഴിവ്, ഇത് ഗ്രാഹ്യ ശക്തി, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അതിൻ്റെ ആ സന്ദേശം തലച്ചോറിലേക്ക് കൊടുക്കാനുള്ള ആ കഴിവ് ഇല്ലാതെയാക്കും. പിന്നെ ഒരു ഉപദേശവും അങ്ങോട്ട് പോകില്ല, ഒരു മെസ്സേജും അവിടെ കിട്ടില്ല. ആ രൂപത്തിൽ ഇവൻ അന്ധത ബാധിച്ചവനായിത്തീരും. അത് മതിയോ എന്നാണ് ചോദ്യം. അപ്പോൾ കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു റിവായത്തിൽ ബുഖാരി ഉദ്ധരിച്ച വേറൊരു ഹദീസിൽ കുറച്ചുകൂടി മാറ്റത്തോടുകൂടി വന്നിട്ടുണ്ട്. മൻ വസലക്കി വസൽത്തുഹു, നിന്നെ ആരാണോ ചേർത്തത് ഞാൻ അവനോട് ബന്ധം ചേർക്കും. ഒമൻ കത്തഅക്കി കത്തഅത്തുഹു, നിന്നെ ആരാണോ മുറിച്ചു മാറ്റിയത് ഞാൻ അവരോട് എൻ്റെ ബന്ധം മുറിച്ചു മാറ്റും. അതേ പ്രകാരം തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഖാല ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മൻ അഹക്കുൻ നാസി ബിഹുസ്നി സഹാബത്തി, എൻ്റെ സഹവാസം, സഹവർത്തിത്വം അതിന് ഏറ്റവും അർഹതയുള്ളത് ആർക്കാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ? ഞാൻ ഏറ്റവും നല്ല നിലയ്ക്ക് ഇണങ്ങി ജീവിക്കേണ്ട, എൻ്റെ സഹവർത്തിത്വത്തിന്, എൻ്റെ സേവനങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് എന്നാണ് ഈ സഹോദരൻ അറിയേണ്ടത്.
അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, അത് നിന്റെ ഉമ്മയാണ്, മാതാവാണ്. രണ്ടാമത്തെ ചോദ്യം, സുമ്മമൻ, പിന്നെ ആരാണ് പ്രവാചകരെ? കാല ഉമ്മുക്ക, അത് നിന്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, വീണ്ടും ആ സഹോദരൻ ചോദിച്ചു, ആരാണ്? അത് കഴിഞ്ഞാൽ, ഉമ്മ കഴിഞ്ഞാൽ? കാല ഉമ്മുക്കി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, പിന്നെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നാലാമത്തെ തവണ പ്രവാചകൻ പറഞ്ഞു, അബൂക്ക, നിന്റെ പിതാവാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഇത് പ്രവാചകന്റെ ഈ പ്രതിപാദനം വലിയ വിശദീകരണം കൂടാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം കഷ്ടാരിഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ദൗർബല്യത്തിൻ്റെ മേൽ ദൗർബല്യത്തിൻ്റെ, അവശതകളുടെ മേൽ അവശതകളോടെയാണ് അവനെ ഗർഭം ചുമന്നത്. അപ്പം ആ ഗർഭം അതിൻ്റെ പ്രസവ അവധിയിലേക്ക് എത്തുന്ന വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ മാതാവിനുണ്ടാവും. പിന്നെ മശക്കത്തോടു കൂടിയാണ്, വളരെയധികം മശക്കത്ത് അനുഭവിച്ചുകൊണ്ടാണ്, വിഷം അനുഭവിച്ചുകൊണ്ടാണ് പ്രസവിക്കുന്നത് തന്നെ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സന്ദർഭമാണ്. അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടും യാതനയോടും കൂടിയാണ് ഒരു കുഞ്ഞിന് ഒരു ഉമ്മ ജന്മം നൽകുന്നത്. അത് രണ്ടാമത്തെ രംഗം. ഇനി അത് കഴിഞ്ഞോ? കുഞ്ഞിന് ജന്മം നൽകിയാൽ കഴിഞ്ഞോ? ബാധ്യത കഴിഞ്ഞോ? ഇല്ല. അതാ നിമിഷം മുതൽ ആ കുഞ്ഞിനെ പരിചരിക്കാൻ, അതിന് പാല് കൊടുക്കാൻ, അത് രാത്രി അഥവാ വല്ല ക്ഷീണം കൊണ്ടോ പനി കൊണ്ടോ തലവേദന കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ കരഞ്ഞാൽ ഉമ്മ ഉറങ്ങാതിരിക്കണം, ആ കുട്ടി ഉറങ്ങുന്നത് വരെ. പകൽ സമയത്ത് ആണെങ്കിൽ അതിനെ പരിചരിച്ച് ആഹാരം കൊടുത്ത് അപകടങ്ങളൊന്നും വരാത്ത സുരക്ഷിതമായ സ്ഥലത്ത് അതിനെ സൂക്ഷിച്ച്, ഇങ്ങനെയൊക്കെ എല്ലാ രംഗത്തും അത് വളർന്ന് വലുതാകുന്നത് വരെ ഒരു ഉമ്മക്ക് നിരന്തരമായ ത്യാഗവും നിരന്തരമായ അർപ്പണവും ആവശ്യമുള്ള സംഗതിയാണ് കുഞ്ഞിനെ വളർത്തുക എന്നുള്ള കാര്യം. അപ്പം അത് സ്വാഭാവികമായും മനുഷ്യരായ ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു ഉമ്മയോടുള്ള ബാധ്യത. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണയല്ല 3 തവണ, 1, 2, 3 തവണയും അതെ. ഒന്ന് ആ മൈക്കൊന്ന് ഓഫാക്കി. ഹലോ, മൈക്ക് എപ്പോഴും എല്ലാവരും ഓഫാക്കിയിട്ട് നിൽക്കണം, എന്നാലേ നിങ്ങളെ സംസാരം കണ്ട് കേൾക്കാൻ പാടില്ല. അപ്പോ ആരാണതൊന്ന് പറയാ? ആരാണ്? അറിയുന്ന ആൾക്കാരാണെന്ന് വിളിച്ച് പറയും, മൈക്ക് ഓഫാക്കാൻ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് ഉമ്മ എന്ന് മറുപടി പറഞ്ഞു. 4ാമത്തേതായിട്ട് അബൂക്ക എന്ന് പറഞ്ഞു. പിതാവിന് പ്രാധാന്യം കുറവുള്ളത് കൊണ്ടല്ല, പിതാവിനേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടുതൽ കഷ്ടപ്പെടുന്നത് മാതാവായതുകൊണ്ടാണ് ആ അവകാശം അവർക്ക് വകവെച്ച് കൊടുത്തിട്ടുള്ളത്. അത് വളരെ പ്രധാനമാണ്. എന്നാൽ വളരെ വിഷമകരമെന്ന് പറയട്ടെ, ഇപ്പോൾ പല ന്യൂസുകളും വരുന്നു, അമ്മയെ അടിച്ചു കൊന്നു, അമ്മയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞു, അമ്മയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അതേപ്രകാരം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വർത്തമാന പത്രങ്ങളിലും ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ കൗമാരക്കാരായ, അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരാൾ 18 വയസ്സിന് മുമ്പ് മൈനറാണ്, 18 വയസ്സ് കഴിഞ്ഞാലാണ് മേജറാകുക. അപ്പോൾ ഈ മൈനർമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളിലും ഇളവുണ്ട്. കാരണം അവരുടെ പ്രായത്തിനനുസരിച്ച് നിയമവ്യവസ്ഥയിലും പല രൂപത്തിലുള്ള ഇളവുകൾ അവർക്കുണ്ട്. ആ പ്രായത്തിലുള്ള 2-3 കുട്ടികളും
അതേ പ്രകാരം തന്നെ പേരക്കുട്ടിയായ മകളും ഗൂഢാലോചന നടത്തിയിട്ട് ഒരച്ഛനെ കൊന്നു കളഞ്ഞു. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അതിൻ്റെ ന്യൂസുകളാണ് പത്രത്തിലുള്ളത്. എന്തിനെ കൊല്ലുന്നത്? പണം കിട്ടണം, ആ വീട്ടിലുള്ള സ്വർണം മോഷ്ടിക്കണം, അതുപോലെ പൈസ മോഷ്ടിക്കണം. അപ്പോൾ ഇവരുടെ സുഖകരമായ ജീവിതത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ വളരെ സമർത്ഥയായ ആ പേരക്കുട്ടി ഇവരുമായി ശട്ടം കെട്ടി ഈ ചെറുപ്രായക്കാരായ മൈനർ പ്രായത്തിലുള്ള കുട്ടികളെ അതിന് ശട്ടം കെട്ടി ഏൽപ്പിച്ചു. അവരത് വളരെ ഭംഗിയായി ചെയ്തു എന്ന് മാത്രമല്ല, അത് വീഡിയോ എടുത്തിട്ട് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ വല്യച്ഛനെ കൊല്ലുന്നത് കുട്ടി ഇങ്ങനെ കണ്ടാസ്വദിക്കുകയാണ്. ഉറപ്പാക്കണ്ടേ? സഹോദരന്മാരെ, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ ഒരുപാട് സഹോദരന്മാരുണ്ടല്ലോ, യുക്തിവാദികളും നിരീശ്വരവാദികളും അതേ പ്രകാരം തന്നെ ദൈവമില്ല എന്ന് പറയുന്നവരും പരലോക ജീവിതത്തെ പാടെ നിഷേധിക്കുന്നവരുമായ ആളുകളുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ നിയമത്തിന്റെ ലൂപ്പുകൾ ഉപയോഗിച്ച് ഈ അച്ഛനെ കൊന്ന കുട്ടികളെ തിരിച്ചു കൊല്ലാൻ പറ്റുമോ? അതിന് നിയമം അനുവദിക്കുന്നുണ്ടോ? അപ്പോഴേക്ക് പല ഇളവുകളും ആ കുട്ടികൾക്കുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ വളരെ പ്രമാദമായ ഒരു കൊലക്കുറ്റത്തിൽ പല ആളുകളെയും തൂക്കിക്കൊന്നപ്പോൾ അതിലൊരു മൈനർ ഉണ്ടായിരുന്നു. ആ കുറ്റം പ്രവർത്തിക്കുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു ചെറുക്കൻ. ആ പെണ്ണ് അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, എന്നെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചത് ഈ കുട്ടിയാണ് എന്ന് മൊഴി നടക്കുന്ന, അതിൻ്റെ ഓർമ്മ നിലനിന്ന സമയത്ത് അതിന് ഈ കുറ്റകൃത്യത്തിന് വിധേയമായ സ്ത്രീ അത് പോലീസിനോട് ബോധ്യപ്പെടുത്തിയിരുന്നു ഈ കുട്ടിയാണ്. ആ കുട്ടിയെ രക്ഷപ്പെട്ടു പോയത്. ബാക്കിയുള്ളവരൊക്കെ തൂക്കിലേറ്റി. അപ്പോൾ ഭൗതികമായ നിയമവ്യവസ്ഥയിൽ ഒരു കുറ്റം ചെയ്തവന് അതിന് കൃത്യമായ ശിക്ഷ കിട്ടുമോ? കിട്ടില്ല. ഇനി പല കാരണങ്ങളാലും എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി സമർത്ഥനായൊരു വക്കീല് കോടതിയിൽ എല്ലാവിധത്തിലുള്ള മെയ്വഴക്കത്തോടു കൂടി വാദിച്ച് തൻ്റെ കക്ഷിയെ ജയിപ്പിക്കാൻ പറ്റും. ഇപ്പം ഏറ്റവും അന്തസ് കെട്ട ഒരു പ്രവൃത്തി, ഒരു സിനിമാ നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച് വേറൊരാൾ പ്രതികാരം ചെയ്തതാണ് പോലും. എന്നിട്ട് എല്ലാ രംഗത്തും വളരെയധികം പീഡിപ്പിച്ചതിന് ശേഷം പിന്നെ നിയമയുദ്ധമായി. ആരാണ് ചെയ്തത്, ആരാണ് തന്നെ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെട്ടു വന്നു. പക്ഷേ നിയമയുദ്ധത്തിൽ അവിടെ പ്രതി ജയിക്കുന്നു, അതുപോലെ തന്നെ വാദി പരാജയപ്പെടുന്നു. ഇങ്ങനെ ഈ ഭൗതികമായ സംവിധാനങ്ങളിൽ മുഴുവനും നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരവസരത്തിൽ ഇവർക്ക് നീതി കിട്ടുന്ന ഒരു ദിവസവും ഒരു വിചാരണയും ആവശ്യമില്ലേ എന്ന് യുക്തി പ്രവർത്തിക്കാത്ത യുക്തിവാദികളും ബുദ്ധി പ്രവർത്തിക്കാത്ത നിരീശ്വരവാദികളും മരണാനന്തര ജീവിതത്തിൽ നിഷേധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെയല്ല പ്രതിഫലത്തിന്റെ ദിവസം. പ്രതിഫലത്തിന്റെ ദിവസം യോമുദ്ദീൻ, മാലിക് യോമുദ്ദീൻ. അവിടെ ജഡ്ജി അള്ളയാണ്. അവിടെ ഈ ദുർബലനായ മനുഷ്യനല്ല വിധി പറയുന്നത്. മറവിയുള്ള, തലവേദനയുള്ള, പനി ബാധിച്ച് ദുർബലനാകുന്ന, ദേഷ്യം പിടിക്കുന്ന, പല സ്വഭാവവിശേഷണങ്ങൾക്ക് വിധേയമാകുന്ന ജഡ്ജി, ദുനിയാവിലെ ജഡ്ജിയല്ല അവിടെ വിവരണം. ഒമാ അനമില്ല അബീദ്, അടിമകളോട് ഒരു അണുമണിത്വക്കം പോലും അക്രമം ചെയ്യാത്ത, അനീതി ചെയ്യാത്ത, നീതി അനുസരിച്ച് മാത്രം തീരുമാനം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവിടെ വിധികർത്താവ്. രക്ഷപ്പെടൂല. ആരായാലും അവൻ അനുഭവിക്കുന്നത് വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അത് ഇത്തിരി വളരെ ചെറിയ അളവിലുള്ള തിന്മയാണെങ്കിലും അതവിടെ കണക്ക് നോക്കും. ഒരു ചെറിയ അളവിലുള്ള നന്മയാണെങ്കിലും അതവിടെ കണക്ക് നോക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. വേറെ ഒരു റിവായത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, ആരാണ് എൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട സഹവർത്തിത്വത്തിന് അർഹതയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക. ഒരേ ശ്വാസത്തിൽ തന്നെ നിന്റെ ഉമ്മയാണ്, പിന്നെയും നിന്റെ ഉമ്മയാണ്, പിന്നെയും നിന്റെ ഉമ്മയാണ്, പിന്നെ നിന്റെ പിതാവാണ്. സുമ്മ അതിനാക്ക, പിന്നെ അതിൻ്റെ ഏറ്റവും അടുത്ത് നിന്നോട് ബന്ധമുള്ളവർ. അപ്പോൾ സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ ഏറ്റവും അടുത്ത
രക്തബന്ധമുള്ള ആളുകൾ, സ്നേഹബന്ധമുള്ള കുടുംബബന്ധമുള്ള ആളുകൾ, ഇങ്ങനെ അക്രബായിട്ട് അതിൻ്റെ ദറജ ഇങ്ങനെ താഴോട്ട് പോകും. അതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ വിശദീകരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ഹദീസാണ് ഇപ്രകാരം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നലീ ഖറാബ, എനിക്ക് ചില കുടുംബ ബന്ധങ്ങൾ ഉണ്ട്. അസിലുഹും, ഞാൻ അവരോട് ആ ബന്ധം ചാർത്തും, അവരോട് ബന്ധം ചേർക്കും. വയക്തഊനനി, അവർ എന്നോടുള്ള ബന്ധം മുറിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ബന്ധം ചേർക്കുന്നു, ആ ബന്ധം ചേർക്കപ്പെടുന്ന ബന്ധുക്കൾ തിരിച്ച് വളരെ നന്ദികെട്ട രൂപത്തിൽ പെരുമാറുന്നു. അങ്ങോട്ട് ബന്ധം ചേർക്കുന്നു, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധു ടീം, ഒരു വിഭാഗം എനിക്കുണ്ട് എന്ന് പ്രവാചകനോട് ഒരാൾ വന്ന് അപരാധി പറഞ്ഞു. അഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവരോട് നന്മ ചെയ്യുന്നു, അവരെന്നോട് തിന്മ ചെയ്യുന്നു. ഞാൻ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെനിക്ക് ചെയ്യുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അഹ്ലുമു അൻഹും വയജ്ഹലുന അലയ്യ, ഞാൻ അവരോട് വിവേകം കാണിക്കുന്നു, അവരെന്നോട് അവിവേകം കാണിക്കുന്നു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ച് അതിന് മറുപടി പറയാണ്. ലഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ. എന്താ അവസ്ഥ? നിന്റെ ബന്ധുക്കളോട് നീ അങ്ങോട്ട് കുടുംബബന്ധം ചേർത്ത് നല്ല നിലയ്ക്ക് പെരുമാറുന്നു. തിരിച്ച് അവരിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് കൈപ്പേറിയ അനുഭവങ്ങളാണ്. ആ കുടുംബബന്ധങ്ങളെ അവർ നിഷേധിച്ചുകൊണ്ടാണ് നിന്നോട് പെരുമാറുന്നത്. അങ്ങനെയാണെങ്കിൽ കഅന്നക തുസിഫുഹും അൽ മല്ല, മല്ല് എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെണ്ണീരാണ്. അപ്പോൾ അവരുടെ വായിലേക്ക് നീ ഇട്ട് കൊടുക്കുന്നത് ചൂടുള്ള വെണ്ണീരാണ്. കറയില് വെണ്ണീര് നല്ല ചൂടുള്ള അടുപ്പിൽ നിന്ന് ഇപ്പോൾ തീ കൂടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പ്, ആ അടുപ്പിൽ നിന്ന് അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള വെണ്ണീര് നല്ല ചൂടുണ്ടാവും. ഈ വെണ്ണീര് ഒരാൾക്കും വായിൽ ഇടാനോ അല്ലെങ്കിൽ അത് തിന്നാനോ സാധ്യമല്ല. അപ്പം നീ അങ്ങോട്ട് നന്മ ചെയ്യുകയും അവരിങ്ങോട്ട് അതിന് തിരിച്ച് തിന്മ ചെയ്യുകയും, അങ്ങോട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് നിനക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ഉദാഹരണവും അവരുടെ ഉദാഹരണവും നീ അവർക്ക് ചൂടുള്ള വെണ്ണീർ വായിലിട്ട് കൊടുക്കുന്ന മാതിരിയാണ്. വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കെതിരെ നിനക്കൊരു സഹായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും എന്ത് ചെയ്ത് അവരിങ്ങോട്ട് തെറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് അതിന് പ്രതികാരം ചെയ്യാൻ പാടില്ല. കാരണം പ്രതികാരം ചെയ്താൽ പിന്നെ ഈ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് കിട്ടുന്ന സഹായം എന്താവും? അവിടെ നിന്ന് അവസാനിക്കും. അപ്പം നീ ഇപ്രകാരം ചെയ്യുന്നത് പോലെ തുടരുകയും അവരവരുടെ ആ നന്ദികെട്ട പ്രവർത്തനത്തിൽ മുഴുകുകയുമാണെങ്കിൽ അവരുടെ അവസ്ഥ നീ അവർക്ക് ചൂടുള്ള വെണ്ണീർ വായിൽ ഇട്ട് കൊടുക്കുന്നത് മാതിരി അവർക്കതിൻ്റെ ശിക്ഷയും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിനക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഉണ്ടാകും അവർക്കെതിരായിട്ട്. നീ ഇപ്രകാരം തന്നെ ആവുമ്പോൾ, അല്ല നീ പാടുമാറ്റി ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് നീ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് കുടുംബബന്ധം കാത്തു സൂക്ഷിക്കാത്ത കുടുംബങ്ങളോട് പോലും നമ്മൾ അങ്ങോട്ട് കുടുംബബന്ധം കാത്തു സൂക്ഷിക്കണം. ഇതിന് കുറേ ഗുണകരമായ കാര്യങ്ങളുമുണ്ട്. നീ നിരന്തരമായി ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്ന മനുഷ്യന്മാർ സ്വാഭാവികമായും നിന്നോട് തിരിച്ച് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും കുറേയൊക്കെ നാളുകൾ കഴിയുമ്പോൾ അവർക്കും മനസ്സിന് ഒരു മാറ്റമുണ്ടാകും. നമ്മൾ ഇപ്രകാരം ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ അവർ ആ മനുഷ്യൻ കണ്ടില്ലേ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളും ഉപകാരങ്ങളും ചെയ്തു തരുന്നു. അപ്പോൾ അവരുടെ മനസ്സിനെ മാറ്റാനും ജീവിതത്തെ മാറ്റാനും ഒക്കെ നിന്റെ ഈ പെരുമാറ്റം ഉപകാരപ്പെടും. വേറൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്,
മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അസരിഹി വൽയസിൽ റഹ്മഹു. കുടുംബബന്ധം ചേർക്കുന്നത് കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട 2 നേട്ടങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവന് കിട്ടാനുണ്ട്. ഒന്ന്, അവൻ്റെ റിസ്ക് വർദ്ധിക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതോപാധിയായി അവന് ലഭിക്കുന്ന അവൻ്റെ വിഭവങ്ങൾ, അവൻ്റെ പണം, അവൻ്റെ ഐശ്വര്യം, ഇത് വർദ്ധിക്കും. കാരണം അവൻ കുടുംബം ചേർക്കുന്നവനാണ്. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അവരുടെ റിസ്ക് കൂടാൻ അല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത രൂപത്തിൽ റിസ്ക് കൊടുക്കുന്നവനാണ് അല്ലാഹു. അപ്പോൾ റിസ്ക് കിട്ടാൻ ഉള്ള കാരണങ്ങളിൽ ഒന്ന് അവൻ കുടുംബബന്ധം ചേർക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം വയുൻസഅ ലഹു ഫി അസരിഹി, അവന് അവധി കിട്ടും. അവൻ്റെ ആയുസ്സിലും അവൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ യുമദ്ദത്ത്, അതായത് അതിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും. അപ്പം ആയുസ് വർദ്ധിക്കാനും റിസ്ക് കൂടുവാനും ആവശ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം അവരുടെ കുടുംബ ബന്ധങ്ങളെ ചേർക്കലും അവരെ ചേർത്ത് പിടിക്കലുമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ഈ 2 സൗകര്യങ്ങൾ അവർക്ക് കിട്ടും. ഒന്ന്, അവരുടെ ജീവിതോപാധിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. രണ്ടാമത്തത്, അവരുടെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ആയുസ് വർദ്ധിപ്പിച്ചാലുള്ള ഗുണം എന്താണ്? കൂടുതൽ സൽക്കർമ്മം ചെയ്യുക, കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അവിചാരിതമായ ഓർക്കാപ്പുറത്തുള്ള മരണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആയുസ്സിന് അള്ളാഹു, നമുക്കറിയില്ല നമ്മുടെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുന്നത്. നമുക്ക് അള്ളാഹിൻ്റെ രേഖയിൽ നമ്മളറിയാതെ പടച്ചവൻ്റെ കയ്യിലുള്ള മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ മരണം. അപ്പം അതുകൊണ്ട് ആ മരണം അത് ഇപ്പോൾ സംഭവിക്കണോ എപ്പോൾ സംഭവിക്കണോ എന്നൊക്കെ അള്ളാഹിൻ്റെ തീരുമാനവും അവൻ്റെ കാര്യത്തിൽ കണിശമായി ഉള്ള ഒരു വിവരമാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ നമ്മുടെ ആയുസ് അതിൻ്റെ നീട്ടിക്കിട്ടുവാനും, അല്ല നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസ്സിൽ നമ്മുടെ സമയങ്ങൾ കൂടുതൽ ഫലപ്പെടുക, അതും ആയുസ് നീട്ടുന്നതിൻ്റെ തുല്യമാണ്. മനസ്സിലായോ? നമ്മൾ ശരിക്കും അതിൻ്റെ ലോജിക്ക് ആലോചിച്ച് നോക്കും. നമുക്ക് അല്ലാഹു ഒരു അവധി കണക്കാക്കിയിട്ടുണ്ട്. ആ അവധി കണക്കാക്കുന്ന മുറക്ക് അത് അവസാനിക്കുമ്പോൾ നമ്മൾ മരണപ്പെടും. പക്ഷേ ഈ അവധി എത്തുന്നത് വരേക്കുമുള്ള നമ്മുടെ സമയങ്ങൾ ഏറ്റവും ഫലപ്രദമായ നിലക്ക് നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ സമയം പാഴാക്കി കളയുന്ന, അശ്രദ്ധമായി ജീവിക്കുന്ന, ജീവിതത്തിലൊരു ലക്ഷ്യബോധവുമില്ലാതെ ഉഴപ്പി ആയുഷ്കാലം കളയുന്ന ആളുകളെക്കാൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി തൻ്റെ സമയവും ദിവസങ്ങളും തൻ്റെ ജീവിതവും ഉപയോഗപ്പെടുത്തണം എന്നുദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ 10 കൊല്ലം ജീവിച്ചാൽ അയാൾ 50 കൊല്ലം ജീവിച്ചതിന് തുല്യമാണ്. കാരണം 10 കൊല്ലം ജീവിച്ച ഒരു വ്യക്തി ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ആ 10 കൊല്ലത്തിനിടക്ക് അയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും. തസ്ബീഹ് ഒരു സൽക്കർമ്മല്ലേ? അദ്കാറുകൾ ഒരു സൽക്കർമ്മമല്ലേ? ഒഴിവ് സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അസ്മാഉൽ ഹുസ്ന ഉത്തമമായ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര സൽക്കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ, അതിൻ്റെ എത്രയോ മഹത്തായ അതിൻ്റെ ഗുണങ്ങൾ നബി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പം അള്ളാഹു ഒരു കണക്കാക്കിയ ഒരു ആയുഷ്കാലം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ആയുഷ്കാലത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്താൽ അത് ഏറെക്കുറെ ആയുഷ്കാലം നീണ്ടു കിട്ടിയവനെ പോലെയാണ്. ഒരു 100 കൊല്ലം ജീവിച്ചിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ കഴിയാത്തവനും, ഒരു 10-25 വയസ്സ് ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരിച്ചു പോകുന്നവനും, ആയുസ് കൂടുതൽ കിട്ടിയവൻ്റെ മാതിരി നന്മയിൽ കൂടുതൽ പ്രവർത്തിച്ചവനെ പോലെ ആയിരിക്കും. അപ്പം കുടുംബബന്ധം ആര് ചേർക്കുന്നുവോ അവന് ഈ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ജീവിതോപാധികൾ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്തത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവൻ്റെ ആയുസ്സിൽ വർധനവ് കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്മകൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ ജീവിതം നയിച്ച യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ
അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാം ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമുക്ക് പ്രയോജനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു. ബാറക്കല്ലാഹു ലി വലക്കും وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد